നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. PM ശ്രീ വിവാദം ചർച്ച ചെയ്യാൻ CPIM നാളെ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം വിളിച്ചു. മുഖ്യമന്ത്രി വിദേശത്തു നിന്ന് തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് തീരുമാനം. വിഷയത്തിൽ CPIMന്റെ അനുനയ നീക്കങ്ങൾക്കിടയിലും ധാരണാപത്രം റദ്ദാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. അതിനിടെ CPI ജനറൽ സെക്രട്ടറിയുടെ ചോദ്യങ്ങളോട് MA ബേബി നിസ്സഹായനായെന്ന K. പ്രകാശ് ബാബുവിന്റെ ആരോപണത്തിൽ MA ബേബി D. രാജയെ അതൃപ്തി അറിയിച്ചതായും സൂചനയുണ്ട്. PM ശ്രീ വിവാദത്തിൽ സംസ്ഥാന നേതൃത്വങ്ങൾക്കിടയിൽ പരിഹാരമായില്ലെങ്കിൽ മാത്രം ദേശീയ നേതൃത്വങ്ങൾ ഇടപെടാമെന്ന് MA ബേബി 24-നോട് പറഞ്ഞു. പ്രകാശ് ബാബുവിനെ പോലുള്ള നേതാക്കളുടെ പ്രതികരണത്തിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും MA ബേബി. അദ്ദേഹം തന്നെ D. രാജയോട് സംസാരിക്കട്ടെ. D. രാജയും ഞാനും തമ്മിൽ സംസാരിച്ചത് എന്താണെന്ന് മറ്റൊരു ആളെടുത്ത് വ്യക്തമാക്കേണ്ട കാര്യമില്ല. CPIM ജനറൽ സെക്രട്ടറി നിസ്സഹായനെന്ന പ്രകാശ് ബാബുവിന്റെ പരാമർശത്തിൽ MA ബേബി D. രാജയെ അതൃപ്തി അറിയിച്ചതായാണ് സൂചന. എന്നാൽ ബേബിക്കെതിരായ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് K. പ്രകാശ് ബാബു. ഇന്നലത്തെ ഡിസ്കഷന്റെ അടിസ്ഥാനത്തിൽ എടുത്ത ഒരു നിലപാടാണ് എന്നെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്. ധാരണാപത്രത്തിൽ നിന്നും പിന്മാറണമെന്ന നിലപാട് D. രാജ ആവർത്തിച്ചു. We are opposed to the NEP 2020. We are opposed to the communalization of education. That's what CPM is saying. And let CPM formally announce what is its stand. അതേസമയം വിഷയത്തിൽ പ്രതികരിക്കാൻ MV ഗോവിന്ദൻ തയ്യാറായില്ല. 24 ഡൽഹി. PM ശ്രീ പദ്ധതിയിൽ സർക്കാർ ഉടൻ തുടർ നടപടികളിലേക്കില്ല എന്ന 24 വാർത്ത ശരിവെച്ച് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. സ്കൂളുകളുടെ പട്ടിക ഉടൻ കൈമാറില്ല എന്നായിരുന്നു വാർത്ത. PM ശ്രീ പദ്ധതിയുടെ ഫണ്ട് കേരളത്തിന് വേണ്ട എന്ന് മന്ത്രി പറഞ്ഞു. അതേസമയം നയപരമായ തീരുമാനത്തിനു ശേഷം മാത്രമേ PM ശ്രീയിൽ തീരുമാനമെടുക്കാവൂ എന്ന നിയമവകുപ്പിന്റെ ഉപദേശം മറികടന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. നിയമോപദേശത്തിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടെങ്കിലും തുടർ നടപടിയായ സ്കൂളുകളുടെ പട്ടിക കൈമാറുന്നതടക്കം ഉടൻ നടപ്പാക്കില്ല. സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് PM ശ്രീ പദ്ധതിയുടെ ഫണ്ട് വേണ്ട. ധാരണാപത്രത്തിൽ ഒപ്പിട്ടാൽ മാത്രമേ SSK ഫണ്ട് ലഭിക്കുകയുള്ളൂ എന്ന സ്ഥിതി വന്നപ്പോഴാണ് ധാരണാപത്രം ഒപ്പിടേണ്ടി വന്നതെന്നും മന്ത്രി V. ശിവൻകുട്ടി വ്യക്തമാക്കി. SSK എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന് 1500 വരുന്ന കോടി രൂപ തരേണ്ടത് അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയുള്ള നിലപാട് മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ് തെറ്റായ സിലബസ് അതിനെ കൊണ്ടുവരുന്നില്ല. പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടെ ഒരു മാറ്റവും വരുത്തില്ലെന്നും മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. അതേസമയം PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് നിയമവകുപ്പിന്റെ ഉപദേശം മറികടന്ന്. MOയിൽ ഒപ്പിടുന്നതിന് മുൻപ് നയപരമായ തീരുമാനം വേണമെന്നായിരുന്നു നിയമവകുപ്പിന്റെ ഉപദേശം. PM ശ്രീ നടപ്പാക്കിയാൽ ദേശീയ വിദ്യാഭ്യാസ നയം അതേ രീതിയിൽ നടപ്പാക്കേണ്ടി വരുമെന്നും ഈ ഉപദേശത്തിൽ നിയമവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. ഇന്ന് വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. എറണാകുളത്ത് സ്വകാര്യ ബസ് ഡ്രൈവർമാർക്കിടയിൽ ലഹരി ഉപയോഗം വ്യാപകമെന്ന് ഡ്രൈവറുടെ ശബ്ദ സന്ദേശം. ലഹരി ഉപയോഗിച്ച ഡ്രൈവറുടെ നിർണായക ശബ്ദ സന്ദേശം 24-ന് ലഭിച്ചു. ആലുവയിൽ കാരുണ്യ യാത്രയുടെ പേരിൽ പണം പിരിച്ച് സ്വകാര്യ ബസ് ഡ്രൈവർ MDMA വാങ്ങിയെന്നും ആരോപണമുണ്ട്. വിഷയം ഗൌരവതരമെന്നും കർശന നടപടിയുണ്ടാകുമെന്നും ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ 24-നോട് പറഞ്ഞു. യൂണിയന്റെ പേരും പറഞ്ഞ ഒരുത്തിനും ഭീഷണിപ്പെടുത്തേണ്ടതല്ല. ഈ ആലോചനയിൽ ഒരുത്തിനും നല്ലതല്ല. ഒരുത്തുന്നല്ല പെണ്ണുപിടിയാൻ കഞ്ചാവ് അങ്ങനെയാണെങ്കിൽ എൻ്റെ പേരിൽ പൊടിയുടെ പേരിൽ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ആലുവ സ്റ്റാൻഡിൽ ഒരുത്തിനും വണ്ടി ഓടിക്കില്ല. ആലുവ സ്റ്റാൻഡിൽ നിന്നല്ല ഈ സിറ്റിയിൽ ഒരുത്തിനും ബസ് ഓടിക്കില്ല. എന്നെ തൂക്കി കഴിഞ്ഞാൽ എൽദോസം ഒരു തൂക്കൽ എൽദോസം തൂക്കും. ആലുവ ബസ് സ്റ്റാൻഡിലെ അപകടത്തിൽ പരിക്കേറ്റ കണ്ടക്ടർക്ക് സഹായം നൽകാനാണ് കാരുണ്യ യാത്ര സംഘടിപ്പിച്ചത്. എന്നാൽ ഒരു ബസ്സിൽ നിന്ന് കാരുണ്യ ഓട്ടം ഓടിക്കിട്ടിയ തുകയിൽ വലിയ ക്രമക്കേട് കണ്ടെത്തി. വിഷയം അന്വേഷിച്ചപ്പോഴാണ് ഡ്രൈവർ തുക വകമാറ്റി ചെലവഴിച്ചെന്നും ആ പണം കൊണ്ട് MDMA വാങ്ങിയെന്നും സംശയമുയർന്നത്. തുടർന്ന് ചങ്സ് ഡ്രൈവേഴ്സ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ വിഷയം ചർച്ച ചെയ്തു. ലഹരി ഉപയോഗിച്ചു എന്ന് സംശയിച്ചിരുന്ന ഡ്രൈവറുടെ ഭാഗത്തു നിന്ന് തന്നെ നിർണായകമായ ശബ്ദ സന്ദേശം പുറത്തുവന്നു. ഈ ആലോചനയിൽ ഒരുത്തിനും നല്ലതല്ല. ടാക്സിന്റെ വണ്ടിയിൽ എത്ര പണിക്കാർക്ക് ലൈസൻസ് ഉണ്ട്? എല്ലാം MDMA പൊടിയാണ്, കഞ്ചാവാണ്. എൽദോസം MDMA അടിച്ചിട്ടുള്ളൂ. കഞ്ചാവ് അടിച്ചിട്ട് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർ ഇഷ്ടംമാരുണ്ട്. ഞാൻ തെളിവ് സഹിതം തരും. തെളിവ് സഹിതം കഞ്ചാവ് അടിച്ച് MDMA അടിച്ചിങ്ങനെ പണിക്കാരെ ഞാൻ എൽദോസ് തൂക്കും. ആലുവ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള പല ജീവനക്കാരും കഞ്ചാവ് ഉപയോഗിച്ചാണ് ബസ്സിൽ കയറുന്നതെന്നും പല കണ്ടക്ടർമാർക്കും ലൈസൻസ് ഇല്ലെന്നും ശബ്ദ സന്ദേശത്തിലുണ്ട്. വിഷയത്തിൽ കർശന നടപടിയെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ 24-നോട്. ഇന്ന് രാത്രി തന്നെ പറ്റുമെങ്കിൽ പോലീസ് കമ്മീഷനുമായിട്ടും SP ആയിട്ട് സംസാരിച്ചിട്ട് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരെ ഇറക്കി മുഴുവൻ വണ്ടികളും പരിശോധിക്കും. ഇത്തരത്തിലുള്ള ആളുകളുടെ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുക, ലൈസൻസ് റദ്ദാക്കിയവർ വണ്ടി എടുത്ത് വെച്ച് ഓടിക്കുക, ഇതെല്ലാം അവസാനിക്കും. മത്സരയോട്ടത്തിനും പൊതുനിരത്തിലെ അപകടങ്ങൾക്കുമിടയിലാണ് സ്വകാര്യ ബസ് ജീവനക്കാരുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള നടുക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. അമൽ സുരേന്ദ്രൻ, 24, കൊച്ചി.
രാജ്യവ്യാപക വോട്ടർ പട്ടിക പരിഷ്കരണ പ്രഖ്യാപനം നാളെ. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായക വാർത്താ സമ്മേളനം നാളെ വൈകിട്ട് 4:15 നടക്കും. ആദ്യഘട്ടത്തിൽ 10 മുതൽ 15 സംസ്ഥാനങ്ങളിൽ നടപടികൾ തുടങ്ങാനാണ് സാധ്യത. നവംബർ 1 മുതലാകും SIR നടപടികൾ തുടങ്ങുക. ഘട്ടം ഘട്ടമായിട്ടായിരിക്കും പരിഷ്കരണം. ആദ്യഘട്ടത്തിൽ 10 മുതൽ 15 സംസ്ഥാനങ്ങളിൽ വരെ നടപടികൾ തുടങ്ങാനാണ് സാധ്യത. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിൽ SIR തുടങ്ങുമോ എന്ന കാര്യത്തിലും നാളെ തീരുമാനമറിയാം. അടുത്ത മാസം അവസാനത്തോടെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട സാഹചര്യത്തിൽ SIR നടപടികൾ നീട്ടിവെക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിരുന്നു. അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ SIR നടപടികൾ തുടങ്ങുമെന്നാണ് വിവരം. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന തിരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ യോഗത്തിൽ സംസ്ഥാനങ്ങളിലെ ഒരുക്കങ്ങൾ വിലയിരുത്തിയിരുന്നു. പ്രഖ്യാപനം വന്നാൽ നടപടി തുടങ്ങാൻ തയ്യാറെന്നാണ് എല്ലാ സംസ്ഥാനങ്ങളും അറിയിച്ചത്. 24 ഡൽഹി. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് മുക്കത്ത് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ചു. തീ കണ്ട ഡ്രൈവർ ഓട്ടോറിക്ഷ റോഡരികിൽ നിർത്തി ഇറങ്ങുകയായിരുന്നു. YS അഭിനന്ദ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നു. അഭിനന്ദ്, തീ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ? പ്രവിത, ഇന്ന് രാത്രി 10:15 സംഭവം ഉണ്ടായത്. മുക്കം അഗ്നിരക്ഷാ സേന കൃത്യമായി തന്നെ സ്ഥലത്തെത്തി. ഇപ്പോൾ തീ അണച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. മുക്കം തൂങ്ങുംപുറത്ത് ഓടിക്കൊണ്ടിരുന്ന ഇലക്ട്രിക് ഓട്ടോറിക്ഷയ്ക്കാണ് തീ പിടിച്ചത്. പൂർണ്ണമായിട്ടും ഈ ഓട്ടോറിക്ഷ കത്തി നശിച്ചിട്ടുണ്ട്. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡ്രൈവർ ഈ റോഡരികിൽ സൈഡാക്കി ഇറങ്ങുകയായിരുന്നു. ഇത് കൃത്യമായി തന്നെ ഡ്രൈവർ ഒരു ഭാഗത്ത് തീ പിടിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയും റോഡ് അരികിൽ തന്നെ ആ ഇലക്ട്രിക് ഓട്ടോറിക്ഷ പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും മുക്കം അഗ്നിരക്ഷാ സേന കൃത്യമായ സ്ഥലത്തെത്തി തീ അണച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. 10:15 കൂടിയായിരുന്നു ഇലക്ട്രിക് ഓട്ടോറിക്ഷയ്ക്ക് മുക്കം തൂങ്ങുംപുറത്ത് വെച്ച് തീ പിടിച്ചത്. കവിത. ശരി അഭിനന്ദ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തെളിവെടുപ്പിന് ശേഷം തിരികെ തിരുവനന്തപുരത്തെത്തിച്ചു. വെള്ളാരിയിലെ സ്വർണ്ണ വ്യാപാരിയുടെ ജ്വല്ലറിയിൽ നിന്ന് കണ്ടെത്തിയ 400 ഗ്രാം സ്വർണം ദ്വാരപാലക ശില്പത്തിന്റേതെന്ന് സ്ഥിരീകരിക്കാൻ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിൽ നിന്ന് കണ്ടെടുത്ത ഭൂമിയിടപാട് രേഖകളും SIT വിശദമായി പരിശോധിക്കും. ബംഗളൂരുവിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിലും ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ ജ്വല്ലറിയിലും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും മണിക്കൂറുകൾ നീണ്ട പരിശോധനയാണ് SIT നടത്തിയത്. ബംഗളൂരുവിലും ഉണ്ണികൃഷ്ണൻ പോറ്റി കോടികളുടെ ഭൂമിയിടപാടുകൾ നടത്തിയെന്നാണ് SITയുടെ കണ്ടെത്തൽ. സുഹൃത്തായ രമേശ് റാവുവിനെ മറയാക്കി ബംഗളൂരുവിൽ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഏർപ്പാടും പോറ്റിക്കുണ്ടായിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് കവർന്നെന്ന് സംശയിക്കുന്ന സ്വർണം കണ്ടെത്തിയ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെ കൂടുതൽ ഇടപാടുകൾ പരിശോധിക്കുകയാണ് SIT. വാതിൽപ്പാളികളിലും കട്ടിളയിലും സ്വർണം പൂശിയത് താനാണെന്നാണ് ഗോവർദ്ധന്റെ മൊഴി. ദേവസ്വം ബോർഡിന് സ്പോൺസർഷിപ്പിന്റെ രേഖകൾ നൽകിയിരുന്നു. സന്നിധാനത്തെത്തി ബോർഡംഗങ്ങളെയും കണ്ടിരുന്നുവെന്നും ഔദ്യോഗിക രേഖകൾ വന്നപ്പോൾ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയായി മാറിയെന്നും ഗോവർദ്ധന്റെ മൊഴി. ഗൂഢാലോചനയിൽ പങ്കില്ലെന്ന് കണ്ടെത്തിയാൽ ഗോവർദ്ധനെ സാക്ഷിയാക്കാൻ SIT നിയമോപദേശം തേടും. സ്വർണം വേർപെടുത്തിയതിന് പണിക്കൂലിയായി നൽകിയ 101 ഗ്രാം സ്വർണം തിരിച്ചെടുക്കുന്നതിനായാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ അന്വേഷണ സംഘം പരിശോധന നടത്തിയത്. സ്ഥാപനത്തിന്റെ CEO പങ്കജ് ഭണ്ഡാരിയെയും ചോദ്യം ചെയ്തു. ഇതിനിടെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ദേവസ്വം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും മരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെയും മൊഴി രേഖപ്പെടുത്തി. ആറന്മുളയിലെ ദേവസ്വം സ്ട്രോങ് റൂമിൽ ജസ്റ്റിസ് KT ശങ്കറിന്റെ നേതൃത്വത്തിലുള്ള ഇന്നത്തെ പരിശോധന പൂർത്തിയായി. 24 തിരുവനന്തപുരം. 24 ബിഗ് ബ്രേക്കിംഗ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ കാലാവധി നീട്ടും. 1 വർഷം കൂടി കാലാവധി നീട്ടാനാണ് തീരുമാനം. നവംബർ 10 കാലാവധി അവസാനിക്കാനിരിക്കെയാണ് നിർണായക തീരുമാനം. CPI അംഗം അഡ്വക്കേറ്റ് അജികുമാറിന്റെ കാര്യത്തിൽ പാർട്ടി തീരുമാനമെടുക്കും. സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനും സർക്കാരിനുമെതിരെ പ്രതിഷേധം തുടരുമ്പോഴാണ് നിർണായക തീരുമാനം. നവംബർ 10 കാലാവധി അവസാനിക്കാനിരിക്കെ PS പ്രശാന്തിന്റെ കാലാവധി 1 വർഷം കൂടി നീട്ടും. മറ്റൊരംഗമായ അഡ്വക്കേറ്റ് അജികുമാറിന്റെ കാര്യത്തിൽ CPI തീരുമാനമെടുക്കും. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലവിലെ ബോർഡിനെ ബാധിച്ചിട്ടില്ലെന്നാണ് സർക്കാരിന്റെയും CPMന്റെയും വിലയിരുത്തൽ. പ്രതിപക്ഷ എതിർപ്പ് കണക്കിലെടുത്ത് PS പ്രശാന്തിനെ മാറ്റിയാൽ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ അത് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഗുണം ചെയ്യും. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് 1 മാസം മാത്രം ശേഷിക്കെ പുതുമുഖം വേണ്ടെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു. നിലവിലെ ബോർഡ് പ്രസിഡന്റിന്റെ കാലാവധി നീട്ടിക്കൊണ്ടുള്ള ഓർഡിനൻസ് ഉടൻ ഇറക്കാനാണ് നീക്കം. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. മുട്ടൽ മരമുറി കേസിൽ കർഷകർക്കെതിരെ നടപടിയുണ്ടാകില്ല എന്ന റവന്യൂ മന്ത്രിയുടെ വാദം തള്ളി കേസിലെ മുൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോസഫ് മാത്യു. പ്രതികൾക്ക് മരം നൽകിയ ഭൂവുടമകളായ കർഷകർക്കെതിരെ നടപടിയുമായി റവന്യൂ വകുപ്പ് മുന്നോട്ട് പോകുന്നു എന്നതിന് തെളിവാണ് നൽകിയ നോട്ടീസെന്ന് ജോസഫ് മാത്യു 24നോട് പറഞ്ഞു. വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്ത മരങ്ങൾ ലേലം ചെയ്ത് തുക പൊതുഖജനാവിൽ സൂക്ഷിക്കാനുള്ള നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. കേസ് ദുർബലമാണെന്നും പുനരന്വേഷണം നടത്തി പഴുതടച്ച കുറ്റപത്രം നൽകാൻ സർക്കാർ ഇടപെടണമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
മുട്ടിൽ മരമുറി കേസിൽ ഭൂസംരക്ഷണ നിയമപ്രകാരം മരം വിൽപ്പന നടത്തിയ കർഷകർ നടപടികളിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് 2023 അപ്പീൽ നൽകിയിരുന്നു. ഇത് തള്ളിയാണ് മാനന്തവാടി സബ് കളക്ടർ അപാകത പരിഹരിച്ച് വീണ്ടും അപ്പീൽ നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഈ മാസം 11 നോട്ടീസ് നൽകിയിരിക്കുന്നത്. കർഷകർക്കെതിരെ നടപടിയുണ്ടാകില്ലെന്ന് റവന്യൂ മന്ത്രി ആവർത്തിക്കുമ്പോഴും ഉദ്യോഗസ്ഥർ നടപടിയുമായി മുന്നോട്ട് പോകുന്നു എന്നതിന് തെളിവാണ് ഈ നോട്ടീസെന്ന് അഡ്വക്കേറ്റ് ജോസഫ് മാത്യു പറഞ്ഞു. 37 കേസുകളിൽ ഭൂസംരക്ഷണ നിയമപ്രകാരം പിഴ ഈടാക്കാനായി നടപടികൾ സ്വീകരിക്കാനുള്ള ഉത്തരവ് മുട്ടിൽ വില്ലേജ് ഓഫീസിലേക്ക് അയച്ചതായി വൈത്തിരി തഹസിൽദാർ നൽകിയ വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നുണ്ട്. കർഷകർക്കെതിരെ നടപടി വേണ്ട എന്ന് റവന്യൂ സെക്രട്ടറിയും ലാൻഡ് റവന്യൂ സെക്രട്ടറിയും ഉത്തരവിറക്കുകയാണ് വേണ്ടത്. ഇതിനകത്തില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ, ഇവർക്കെതിരെ നടപടി തുടരണ്ട, ഈ ഈടാക്കണ്ടെന്ന് ഒരു റവന്യൂ സെക്രട്ടറി പിഴ ഈടാക്കണ്ടെന്ന് ഒരു ഉത്തരവിറക്കട്ടെ, ലാൻഡ് റവന്യൂ കമ്മീഷണർ ഉത്തരവിറക്കട്ടെ. കേസിൽ വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്ത 15 കോടി രൂപ വില വരുന്ന മരങ്ങൾ നശിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത് ലേലം ചെയ്യാനുള്ള നടപടി വൈകുന്നതെന്നും ജോസഫ് മാത്യു ചോദിക്കുന്നു. വനംവകുപ്പ് രജിസ്റ്റർ ചെയ്ത 49 കേസുകളിൽ ഇത്രകാലമായിട്ടും കുറ്റപത്രം നൽകിയിട്ടില്ല എന്നത് വലിയ വീഴ്ചയാണ്. എന്താണ് മരം ലേലം ചെയ്ത് ആ പൈസ പൊതുഖജനാവിൽ സൂക്ഷിക്കുന്നതിന് സർക്കാർ നടപടി സ്പീഡാക്കാത്തത് എന്തുകൊണ്ടാണ്? വനം വകുപ്പ് എന്തുകൊണ്ടത് ചെയ്യുന്നില്ല? യഥാർത്ഥ വസ്തുതകൾ കണ്ടെത്താതെയാണ് കുറ്റപത്രം കൊടുത്തിരിക്കുന്നത്. മരമുറിയിൽ പ്രധാന പ്രതികൾക്കൊപ്പം റവന്യൂ ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ട്. ഇവരിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ല. നിലവിലെ ക്രിമിനൽ കേസുകളും ദുർബലമാണ്. മുട്ടിൽ കേസിൽ സർക്കാർ തുടരന്വേഷണം നടത്തി പഴുതടച്ച കുറ്റപത്രം നൽകണമെന്നും ജോസഫ് മാത്യു ആവശ്യപ്പെട്ടു. 24 വയനാട്. ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദം ഉടൻ മോൻത ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കും. ചൊവ്വാഴ്ച തീവ്ര ചുഴലിക്കാറ്റായി ആന്ധ്ര തീരത്ത് കരയിൽ പ്രവേശിക്കാൻ സാധ്യതയെന്ന് സൂചന. ആന്ധ്രാപ്രദേശ്, യാനം, തെക്കൻ ഒഡീഷ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ആദ്യഘട്ട മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. പുലർച്ചെയോടെ കേരളത്തിൽ ശക്തമായ മഴ ലഭിച്ചേക്കും. തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. നാളെ 10 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. വയനാട്ടിൽ ഇരുകാലുകളും തളർന്ന രാധിക എന്ന യുവതി ഒരേ കിടപ്പ് കിടക്കാൻ തുടങ്ങിയിട്ട് 1.5 പതിറ്റാണ്ടായി. 32-ാം വയസ്സിൽ ഡോക്ടർ മരുന്ന് മാറി നൽകിയതാണ് ജീവിതം ഇരുളടയാൻ കാരണം. തുടർ ചികിത്സയ്ക്ക് പോലും പണമില്ലാത്ത ദുരവസ്ഥയിലാണ് രാധിക. ഒരാളുടെ സഹായം എപ്പോഴും വേണം. പ്രാഥമിക കൃത്യം നിർവഹിക്കണമെങ്കിൽ ഇത് കെട്ടിയിട്ടാണ് കിടക്കുന്നതൊക്കെ. മൂത്രം പോകാനൊക്കെ ഞാൻ അനുഭവിച്ചിങ്ങനെ കിടക്കുവാണ്. 15 വർഷമായി ഇപ്പോൾ. ബത്തേരി അമ്മായിപ്പാലത്തെ വാടകക്കൂരയിൽ തളർന്നു കിടക്കുകയാണ് രാധിക. ഈ കിടപ്പ് തുടങ്ങിയിട്ട് 15 വർഷങ്ങൾ. ഇപ്പോൾ പ്രായം 47. 32-ാം വയസ്സിലാണ് ജീവിതത്തിന്റെ താളം എന്നേക്കുമായി തെറ്റിയത്. ഇത് പുൽപ്പള്ളി ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്നൊരു ഡോക്ടർ മരുന്ന് ചെയ്തതാണ്. ഇപ്പോൾ 10-15 വർഷം കഴിഞ്ഞു. എനിക്കെൻ്റെ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു പോയി. ഡോക്ടർ TV ആണെന്നും പറഞ്ഞ് മരുന്ന് ചെയ്തതാണ്. നടക്കാനാവില്ല ഇപ്പം. ഇപ്പോൾ വലതു കണ്ണിന്റെ കാഴ്ച കുറഞ്ഞു. ഡ്രൈവർ ജോലി ചെയ്യുന്ന മകളുടെ ഭർത്താവിന്റെ വരുമാനം കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. മരുന്ന് വാങ്ങാൻ പോലും കയ്യിൽ പണമില്ല. സ്വന്തമായി വീടില്ല. പുൽപ്പള്ളിയിൽ ലൈഫ് പദ്ധതിയിലൂടെ വീട് നിർമ്മാണം നടക്കുന്നുണ്ട്. പദ്ധതി പ്രകാരം ലഭിക്കുക 4 ലക്ഷം രൂപ മാത്രം. ഇതുകൊണ്ടെങ്ങനെ ഒരു വീട് പൂർത്തിയാക്കാൻ കഴിയും? ഒരു വീടിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ലൈഫിൻ്റെ ഒരു വീട് പാസ്സായിട്ടുണ്ട്. 4 ലക്ഷം രൂപയേ ഉള്ളൂ. ബാക്കി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഒരു പിടുത്തവും കിട്ടുന്നില്ല. രാധികയ്ക്ക് അതിജീവിക്കാൻ കരുണയുള്ളവരുടെ കനിവ് വേണം. സഹായമുണ്ടാകണം. വയനാട്. തിരുവനന്തപുരം കരമനയിൽ 2 യുവാക്കൾക്ക് കുത്തേറ്റു. ഒരാൾ മരിച്ചു. ഇടഗ്രാമം സ്വദേശി ഷിജോയാണ് കൊല്ലപ്പെട്ടത്. പരുക്കേറ്റ ജിജോയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഷഫീദ് റാവുത്തർ ചേരുകയാണ്. ഷഫീദ്, എന്താണ് സംഭവിച്ചത്? മേഘന മുരളിയാണ് വിവരങ്ങൾ നൽകുക. മേഘന, പറയൂ.
പ്രവിധ, തിരുവനന്തപുരം കരമന ഇടഗ്രാമത്താണ് അല്പം മുന്നേ ഈ സംഭവം ഉണ്ടായത്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വാടക വീട്ടിലാണ് 2 പേർക്ക് കുത്തേറ്റത്. ഷിജോ, ജിജോ എന്നിവർക്കാണ് കുത്തേറ്റത്. അതിൽ ഷിജോ ആണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇതിൽ പോലീസ് ഇപ്പോൾ സംഭവസ്ഥലത്ത്, കരമന പോലീസ് അടക്കം സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. അന്വേഷണം തുടരുകയാണ്. അതിൽ പ്രതിയെ ഇതുവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിൽ ഒരു കാരണം എന്താണ്, ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്താണെന്നുള്ള കാര്യത്തിലും ഇപ്പോൾ വ്യക്തതയില്ല. കുടുംബ വഴക്കാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. അയൽവാസികളടക്കം ഇവിടെ ഇവർ 1.5 വർഷമായി വാടകയ്ക്ക് താമസിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ബാക്കി കാര്യങ്ങൾ, മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അതിൽ പുറത്തുനിന്ന് എത്തിയ ഒരു സംഘത്തിലെ 2 ആൾക്കാണ് കുത്തേറ്റത്. അതിലൊരാളാണ് കൊല്ലപ്പെട്ടത്. മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇവർ ബന്ധുക്കൾ തന്നെയാണ്. പരസ്പരം ഒരു സംഘർഷം ഉണ്ടാവുകയും കുത്തേൽക്കുകയും ചെയ്തത് എന്നുള്ള കാര്യമാണ് പ്രാഥമിക ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ഇനി മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളത് കരമന പോലീസ് അന്വേഷിക്കുകയാണ്. പ്രാഥമിക പരിശോധനയടക്കം നടന്നു കഴിഞ്ഞു. ഇനി ഇവിടെ ഫോറൻസിക് സംഘമടക്കം സ്ഥലത്തെത്തേണ്ടതുണ്ട്. എന്തായാലും അല്പസമയം മുന്നെയാണ് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ കുത്തേറ്റ ഷിജോ എന്നയാളാണ് ഇപ്പോൾ മരിച്ചിട്ടുള്ളത്. ഒരാളെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിലുണ്ടായിരുന്ന 3 പേർ, അത് ഭാര്യയും ഭർത്താവും ഒരു കുഞ്ഞുമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത് എന്നുള്ളതാണ് അറിയുന്നത്. അവരും ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ട്. വൈകല്യം ഇനി പഠനത്തിന് തടസ്സമാകില്ല. എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന ലക്ഷ്യവുമായി ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള യുനെസ്കോയുടെ ചെയർ ഓൺ അസിസ്റ്റീവ് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷനുമായി അമൃത സർവകലാശാല ധാരണാപത്രം ഒപ്പിട്ടു. 3 യുനെസ്കോ ചെയറുകൾ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാലയാണ് അമൃത സർവകലാശാല. വൈകല്യമുള്ളവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങളും സാധ്യതകളും വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ മാറ്റങ്ങളും ഗവേഷണങ്ങളും പരിശീലനങ്ങളും നടപ്പിലാക്കുക എന്നതാണ് യുനെസ്കോ ചെയർ ഓൺ അസിസ്റ്റീവ് ടെക്നോളജി ഇൻ എഡ്യൂക്കേഷൻ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ യുനെസ്കോ ചെയർ ഓൺ അസിസ്റ്റീവ് ടെക്നോളജി പ്രവർത്തനം ആരംഭിച്ചു. യൂണിറ്റ് ഇൻ യുനെസ്കോ ചെയേഴ്സ് പ്രോഗ്രാമിന്റെ ഭാഗമായി ആരംഭിച്ച ചെയറിന്റെ കരാറിൽ യുനെസ്കോ ഡയറക്ടർ ജനറൽ ഓട്രി അസുലെ, അമൃത വിശ്വവിദ്യാപീഠം വൈസ് ചാൻസലർ ഡോക്ടർ പി വെങ്കട്ടരാമൻ എന്നിവർ ചേർന്ന് ഒപ്പുവെച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയ ചാറ്റ് ബോട്ടുകൾ, ഇന്ത്യൻ സൈൻ ലാംഗ്വേജ്, വീഡിയോ തിരിച്ചറിയൽ സംവിധാനങ്ങൾ, ഓഡിയോ വിവരണ ഉപകരണങ്ങൾ എന്നിവ വികസിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് ചെയർ പ്രാമുഖ്യം നൽകുന്നത്. കൂടാതെ അക്കാദമിക് പരിശീലനങ്ങളിലൂടെയും അന്താരാഷ്ട്ര സഹകരണത്തിലൂടെയും കപ്പാസിറ്റി ബിൽഡിംഗിനും ശ്രദ്ധ നൽകും. ഇതിന്റെ ഭാഗമായി ഇ ഗവേണൻസ് സേവനങ്ങൾക്കായി സൈൻ ലാംഗ്വേജ് സംയോജിപ്പിച്ച ആക്സസിബിലിറ്റി ഇന്റർഫേസ് സാങ്കേതികവിദ്യ വികസിപ്പിച്ചു വരികയാണെന്നും പ്രാരംഭ പതിപ്പ് ഉമാങ് പ്ലാറ്റ്ഫോമിൽ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് 24. പാലക്കാട് ബിജെപിയിൽ പോരുമുറുകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കൊപ്പം വേദി പങ്കിട്ട നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരനെ വെട്ടാൻ കൃഷ്ണകുമാർ പക്ഷം. ബിജെപി ജില്ലാ കമ്മിറ്റിയിൽ പ്രമീള ശശിധരൻ രാജിവെക്കണമെന്ന് 18 പേർ ആവശ്യപ്പെട്ടു. പ്രമീള ശശിധരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് കോർ കമ്മിറ്റിയിലും സി കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന നിർദ്ദേശം പാർട്ടി നൽകിയിട്ടില്ല എന്ന് പ്രമീള ശശിധരൻ 24-നോട് പറഞ്ഞു. അതേസമയം ലൈംഗികാരോപണങ്ങൾ ഉയർന്നപ്പോൾ തന്നെ രാഹുലിനെ വിലക്കാൻ ബിജെപി തീരുമാനിച്ചതിന്റെ തെളിവുകൾ പുറത്തുവന്നു. ലൈംഗികാരോപണ വിവാദങ്ങൾ ഉയർന്ന ദിവസം മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ BJP പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ഇതിനിടെയാണ് രാഹുൽ പങ്കെടുത്ത പൊതുപരിപാടിയിൽ BJP ഭരിക്കുന്ന നഗരസഭാ ചെയർപേഴ്സൺ തന്നെ പങ്കെടുത്തത്. പാർട്ടി നിർദ്ദേശം ലംഘിച്ച നഗരസഭാധ്യക്ഷ പ്രമീള ശശിധരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന് സി കൃഷ്ണകുമാർ കോർ കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ടു. വിഷയത്തിൽ പാർട്ടി പഠിച്ച് നടപടിയെടുക്കുമെന്നാണ് ജനറൽ സെക്രട്ടറി S സുരേഷിന്റെ മറുപടി. ചെയർപേഴ്സൺ പരിപാടിയിൽ പങ്കെടുക്കരുതായിരുന്നു എന്ന് ജില്ലാ നേതൃത്വവും വ്യക്തമാക്കി. അവരിന്നലെ പാലക്കാട് നടന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു. അരുതാത്ത കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. താൻ പങ്കെടുത്തത് വികസന പ്രവർത്തനമെന്ന നിലയിലാണെന്നും പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന നിർദ്ദേശം പാർട്ടി തന്നിട്ടില്ലെന്നും പ്രമീള ശശിധരൻ 24-നോട് പറഞ്ഞു. എനിക്ക് പാർട്ടിയുടെ നിർദ്ദേശമൊന്നും തന്നിട്ടില്ല, നിങ്ങൾ പരിപാടി പങ്കെടുക്കാൻ പാടില്ല എന്ന ഒരു നിർദ്ദേശം ഇന്നവരെ എനിക്ക് കത്തോടെ നേരിട്ടോ ഫോണിലൂടെ സംസാരിച്ച് കിട്ടിയിട്ടില്ല. എന്നാൽ ലൈംഗികാരോപണങ്ങൾ ഉയർന്നപ്പോൾ തന്നെ രാഹുലിനെ വിലക്കാൻ BJP തീരുമാനിച്ചതിന്റെ തെളിവുകൾ പുറത്തുവന്നു. രാഹുലിനോട് ക്ഷണിക്കപ്പെട്ട പരിപാടിയിൽ നിന്നും മാറി നിൽക്കാൻ ആവശ്യപ്പെട്ട് ഓഗസ്റ്റിൽ നഗരസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഇ കൃഷ്ണദാസ് അയച്ച കത്താണ് പുറത്തുവന്നത്. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.